കണ്ണൂർ പാനൂർ തെക്കുമുറിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPIM. 2015 മരിച്ച ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പതിവാണ് CPIമിനുള്ളത്. അത്തരം വിവാദങ്ങളിൽ CPIM നിൽക്കാറില്ല. പാർട്ടിയുമായി ബന്ധമില്ല എന്ന നിലപാടാണ് പൊതുവിൽ CPIM സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കണ്ണൂർ പാനൂർ തെക്കുമുറിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുക? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, 2015 ജൂൺ 6-നാണ് പാനൂരിലെ 2 CPIM പ്രവർത്തകർ ഷൈജുവും സുബീഷും അവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത്. പാനൂർ ഈസ്റ്റ് ചേറ്റക്കണ്ടിയിലെ ഒരു കുന്നിൻ്റെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് ഇരുവരും കൊല്ലപ്പെടുന്നത്. അതിൽ ആ ഘട്ടത്തിൽ അന്ന് CPIമിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ സംഭവത്തെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPIമിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും P ജയരാജനാണ്. പിന്നീട് 2016 ഇവരുടെ ചരമ വാർഷിക ദിനം വന്നതിന് പിന്നാലെ ആ ഘട്ടം മുതൽ, അതായത് 2016 ജൂൺ 6 മുതൽ പാർട്ടി രക്തസാക്ഷി ദിനം, ഷൈജു സുബീഷ് രക്തസാക്ഷി ദിനത്തിനും തുടക്കമിട്ടു. പാർട്ടിയുടെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയിലും ഇരുവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് CPIM അതിനുശേഷം നൽകിയ ഒരു വിശദീകരണം RSSനെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷികൾ ആയവർ എന്ന വിശദീകരണമാണ് നൽകിയത്. അതിന് പിന്നാലെ CPIM നേതൃത്വം പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ ജില്ലയിലെ പ്രാദേശിക ഘടകങ്ങളെല്ലാം ധനസമാഹരണം ആരംഭിച്ചു. പിന്നീട് തെക്കുമുറിയിൽ ഇരുവർക്കും വേണ്ടി ഒരു രക്തസാക്ഷി സ്മാരകം ഇങ്ങനെ ശേഖരിച്ച തുകയിലൂടെ നിർമ്മിക്കുന്നതിന് തുടക്കമിട്ടു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാസം 22-ന് CPIമിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഏതാനും നാളുകൾക്ക് മുൻപാണ് CPIM പ്രവർത്തകൻ തന്നെ പാനൂരിൽ മറ്റൊരു ബോംബ് നിർമ്മാണത്തിനിടെ CPIM അനുഭാവി കൂടിയായ ഷെറിൽ കൊല്ലപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് സമയത്താണ് പാനൂരിൽ ആ സംഭവം ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ, പരിക്കേൽക്കുന്ന സംഭവങ്ങളൊക്കെ നിരവധി കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഏതെങ്കിലും അക്രമ സംഭവങ്ങളില്ല. ഒരാളൊഴിഞ്ഞ പറമ്പിൽ, അതായത് പാനൂരിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഈസ്റ്റ് ചെറ്റക്കണ്ടി എന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഇരുവരും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ഇരുവരും CPIമിൻ്റെ സജീവ അനുഭാവികളും പ്രവർത്തകരുമായിരുന്നു. അങ്ങനെ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് മറ്റ് 4 പേർക്ക് കൂടി അന്നത്തെ ഈ സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. അതിൻ്റെ മേൽ കേസുണ്ട്, അന്വേഷണം ഉൾപ്പെടെ നടന്നതുമാണ്. അതിനുശേഷമാണ് ആ ഘട്ടത്തിൽ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയ വേളയിൽ അന്ന് CPIമിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ CPIമിനെ ഏതെങ്കിലും തെറ്റായ നിലയ്ക്ക് CPIമിനെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന മട്ടിൽ തള്ളി പറയുന്നത് കണ്ടത്. പക്ഷേ CPIമിൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഒരു ഘട്ടത്തിലും ഇരുവരെയും തള്ളി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പിന്നീട് അത് പാർട്ടിയുടെ ഔദ്യോഗിക അംഗീകരിക്കപ്പെട്ട രക്തസാക്ഷികളുടെ ലിസ്റ്റും പട്ടികയുമുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം RSSനെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷികൾ ആയവർ എന്നൊരു വിശദീകരണമാണ്. സമാന സംഭവത്തിന് ശേഷം, അതായത് 2015 ജൂൺ 6-ന് കൊല്ലപ്പെടുന്നു. അതിനുശേഷം തൊട്ടടുത്ത വർഷം മുതൽ ഈ ജൂൺ 6 എന്നത് സുബീഷിൻ്റെയും ഷൈജുവിൻ്റെയും രക്തസാക്ഷി ദിനാചരണമായി പിന്നീട് അങ്ങോട്ടേക്ക് ഈ കാലങ്ങളിലുടനീളം അവർ തുടർന്നു പോരുന്നുമുണ്ട്. അതിന് ഏറ്റവും ഒടുവിലാണ് ഈ ധനസമാഹരണമൊക്കെ നടത്തിയ രക്തസാക്ഷി സ്മാരക സ്തൂപത്തിനൊരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം അതിപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായതോടുകൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ കൂടി സമയം ചോദിച്ചതിന് ശേഷം 22-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യും. അതായത് ഇത്തരത്തിലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.